ഒരിക്കൽ ഒരമ്മ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട തന്റെ മകന്റെ വിമോചനത്തിന് വേണ്ടി ആ രാജ്യത്തിലെ രാജാവിന്റെ അടുക്കൽ എത്തി. ആ രാജാവിനോട് ആ അമ്മ ഇപ്രകാരം പറഞ്ഞു, തന്റെ മകനോട് കരുണ കാണിക്കണം. എന്നാൽ ആ രാജാവ് ഇപ്രകാരം ആ അമ്മയോട് മറുപടി പറഞ്ഞു, ഒന്നാം പ്രാവശ്യമല്ല, രണ്ടാം പ്രാവശ്യമാണ് ഒരേ കുറ്റത്തിന് നിന്റെ മകൻ വിചാരണ നേരിടുന്നത്. അതിനാൽ ന്യായമായിട്ടും ഇവൻ വധശിക്ഷയ്ക്ക്, മരണത്തിന് യോഗ്യനാണ്. എന്നാൽ ആ അമ്മ ആ രാജാവിനോട് ഇപ്രകാരം തിരിച്ചു പറഞ്ഞു, ഞാൻ നീതിക്കോ ന്യായത്തിനോ വേണ്ടിയല്ല ഞാൻ രാജാവിനോട് അപേക്ഷിക്കുന്നത്, കരുണയ്ക്ക് വേണ്ടിയാണ്. ന്യായം നോക്കിയാലും നീതി നോക്കിയാലും എൻ്റെ മകന് രാജാവ് വിധിച്ച ശിക്ഷയ്ക്ക് അവൻ യോഗ്യനാണ്. പക്ഷെ ഞാൻ രാജാവിനോട് ചോദിക്കുന്നത് നീതി നടത്തണമെന്നല്ല, ന്യായം നടത്തണമെന്നല്ല, മറിച്ച് രാജാവേ എൻ്റെ മകനോട് കരുണ തോന്നണം. ഹല്ലേലൂയ, ജീസസ്. ഉടനെ രാജാവ് ആ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു, അവൻ കരുണ പോലും അർഹിക്കുന്നില്ല. ഹല്ലേലൂയ, അവൻ കരുണയ്ക്ക് പോലും അർഹനല്ല. ആ അമ്മ തിരിച്ചു പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അർഹിക്കുന്നവന് നൽകുന്നതിന് പറയുന്ന പേരല്ല കരുണ. ഒരാമേൻ പറഞ്ഞേ, അർഹിക്കുന്നവന് പറയുന്ന പേരല്ല കരുണ. രാജാവേ കരുണ തോന്നണം. ആ രാജാവ് അമ്മയോട് പറഞ്ഞു, നിന്റെ മകന് കരുണ ലഭിച്ചിരിക്കുന്നു. ആ അമ്മയുടെ മകൻ ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കയറി. ഒരാമേൻ പറഞ്ഞേ. എന്താണ് കൃപ? അർഹതയില്ലാത്ത വ്യക്തിയുടെ മേൽ ദൈവം പകരപ്പെടുന്ന കരുണയുടെ പേരാണ് കൃപ.